ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉമ്മറത്തെ വാതിലും തുറന്ന് പുറത്തൊന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. തണുത്ത കാറ്റിങ്ങനെ വീശി അടിക്കും കേട്ടോ. എന്താ വെച്ചാൽ പാടത്തിൻ്റെ പക്കത്തുമാണ്. പിന്നെ പ്രത്യേക ഒരു വൈബാണ് ഉമ്മറത്ത് വന്നിരിക്കുക എന്ന് പറയണത് തന്നെ. ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈകിയിട്ടുണ്ടായിരുന്നു. ശനി ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകോട്ടാണ് എണീക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആരെയും ബോധിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. രാവിലെ എണീറ്റിട്ട് കുട്ടികൾക്ക് കഴിക്കാനാകുമ്പോഴേക്കും ചായയും കടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നേരെ കിച്ചണിൽ കയറിയിട്ട് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ട് കുറച്ച് ദിവസമായി ആക്കിയിട്ട് പിന്നെ തലേ ദിവസത്തെ മീൻകറി ഉള്ളതുകൊണ്ട് നമ്മൾ എന്താക്കാമെന്ന് വിചാരിച്ചു, പുട്ടും മീൻകറിയും ആക്കാമെന്ന് വിചാരിച്ചു. കറി പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ച് 10 മിനിറ്റും കൂടെ നേരം വൈകി എണീറ്റതും. പിന്നെ രാവിലെ കുളിക്കാനും കാരണം കേട്ടോ. നേരം പിള്ളേർക്ക് ഇന്ന് എക്സാമും ഇല്ല. അപ്പോൾ പിന്നെ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആദ്യം എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇനി പുട്ടിന് ഉതിർത്തുകയാണ്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ എത്ര വെള്ളം ഓവറായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് അങ്ങോട്ട് ആകെ വറ്റി വരണ്ട് പോകും കേട്ടോ. അതുകൊണ്ട് പുട്ട് ഉതിർത്താൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതിലൊക്കെ പുട്ട് ഉതിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. വെള്ളം എങ്ങനെ ആക്കും, ഓവറാവോ. ഉപ്പ് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് അച്ഛയാണ് എന്നെ പുട്ട് ഉതിർത്താനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുതിൽ അരിപ്പൊടി വെച്ചിട്ട് പുട്ട് ഉതിർത്താൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളത് കട്ട കെട്ടാണ്ട് വെള്ളം കൂടാതെ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ ആ വക പ്രശ്നമൊന്നുമില്ല. നമുക്ക് എത്ര വേണം വെള്ളം വേണമെങ്കിൽ അതിൽ ഒഴിക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങോട്ട് റെഡി ആയിക്കോളും. പിന്നെ നാളികേരം എടുത്തിട്ട് നമ്മൾ ചിരകി പുട്ടിലേക്ക് ആവശ്യമുള്ളത്, നാളികേരത്തിന് ഇപ്പോൾ നല്ല വിലയാണ്, കിട്ടാൻ വേണ്ടി വലിയ പാടും ആയതുകൊണ്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ചിരവ കഴുകിയിട്ട് പുറത്ത് വെച്ചു. അതൊന്ന് വെള്ളം ഉണങ്ങട്ടെ. ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഈ കബോർഡിലേക്ക് കയറ്റി വയ്ക്കാൻ വിചാരിച്ചിട്ടേ. ചായ തിളച്ചപ്പോൾ പഞ്ചസാര ഇട്ടു, ചായപ്പൊടി ഇട്ടു. കുഴലുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ച് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴേക്കും കറുത്ത കളർ വരും. എനിക്കാണെങ്കിൽ ഈ ഒരു സർബത്തിൻ്റെ കളറുള്ള കട്ടൻ ചായയാണ് ഇഷ്ടം. സ്ട്രോങ് കട്ടൻ ചായ ഇഷ്ടമല്ല. പാൽ ചായ ആണെങ്കിൽ സ്ട്രോങ് ചായയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഒരു നുള്ളി ചായപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ചായ അങ്ങോട്ട് റെഡി ആയപ്പോൾ ഇനി പുട്ടും കുറ്റി എടുക്കണം കേട്ടോ. അത് തപ്പി തിരിച്ച് എടുത്തിട്ട് റെഡി ആക്കുമ്പോഴേക്കും അത് എവിടെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ്, നമ്മൾ കൊണ്ടുവന്ന് വെച്ച ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ കബോർഡിനകത്താണ്. പക്ഷേ എവിടെയാണെന്നുള്ളത് കുറച്ചൊരു അത്തത്തപ്പെട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഇതിലല്ല, അതിൻ്റെ അപ്പുറത്ത് നോക്കിയപ്പോൾ അതായിരിക്കും നമ്മുടെ പുട്ടും കുറ്റി. പിന്നെ അതിൻ്റെ കുറ്റി ഇട്ട പുട്ടും പിന്നെ കുടവും കുറ്റിയും കൂടെ എല്ലാം കൂടെ എടുത്തിട്ട് ഇനി ഒന്ന് കഴുകുക, അതിനകത്ത് വെച്ചതല്ലേ വിചാരിച്ചിട്ട്. ആ സ്മെല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബാഡ് സ്മെല്ലല്ല, പക്ഷേ എനിക്കിങ്ങനെ അടച്ചിട്ടിട്ട് ഈ കബോർഡിനകത്തൊക്കെ ഉണ്ടാവുന്ന ഒരു സ്മെല്ലില്ല, അതെനിക്ക് തീരെ പറ്റില്ല കേട്ടോ. എനിക്ക് തലവേദന എടുക്കും. അപ്പം അതിനകത്ത് ഞാൻ കർപ്പൂരവും പിന്നെ സ്മെല്ലിനുള്ള ലെമണിൻ്റെ ഫ്ലേവറുള്ള അവിടെ അതാ നമ്മുടെ ജനലിൻ്റെ അവിടെ തൂക്കിയിട്ടിരിക്കണു. അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പൊട്ട സ്മെല്ല് അങ്ങോട്ട് പോകണില്ല കേട്ടോ. ഇനി നമ്മൾ പുട്ടും കുറ്റിയൊക്കെ കഴുകിയിട്ട് വെള്ളം വെക്കുക കേട്ടോ. അത് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ പുട്ടിൻ്റെ ഉതിർത്തിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ എത്ര നേരം വെക്കണോ അതിനനുസരിച്ച്, ഡ്രൈ ആവണതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് വേഗം പുട്ട് ചുട്ടെടുക്കുക. എല്ലാവർക്കും അറിയാം. എന്നാലും കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതങ്ങോട്ട് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവർക്കും കൂടെ ഒന്ന് ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ദാ നാളികേരട്ട് കൊടുത്തു. നമ്മുടെ പുട്ടിൻ്റെ ഇതില്ലേ പൊടി, അതിങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഞാൻ 2 കഷ്ണത്തിനുള്ളതാണ് ആക്കുള്ളൂ. 3 എണ്ണത്തിനൊന്നും ആക്കില്ല കേട്ടോ. 3 കുറ്റിയാണ് ആക്കുക. കുട്ടികളൊക്കെ കഴിച്ചോളും പുട്ടാണെങ്കിൽ. ഇനി ഒരു കഷ്ണമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്, അറ്റയ്ക്ക് ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ 3 കുറ്റി തന്നെ ധാരാളം ഉണ്ടാവും നമുക്ക്. ഈ മീൻകറിയൊക്കെ ആണെങ്കിൽ കുട്ടികൾ കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ കടലക്കറിയൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ്. ഇപ്പം മീൻകറി ഉള്ളതുകൊണ്ട് അതിനെടുത്തിട്ടില്ലെങ്കിൽ നാശമായി പോകും. പുട്ടിലേക്കും ദോശയിലേക്കും ചപ്പാത്തിക്കൊക്കെ മീൻകറി ഇവിടെ ഇഷ്ടമാണ്. രാവിലത്തെ പലഹാരത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ മലപ്പുറംകാർക്ക് രാവിലത്തെ പലഹാരത്തിൻ്റെ കൂടെ മീൻകറി മീൻ വറുത്തതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. ചിക്കൻ കറി തലേ ദിവസത്താണെങ്കിൽ ഗംഭീരമായി കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ഓരോന്ന് ആക്കിയെടുത്തിട്ട് നമ്മൾ കുറ്റിയിൽ ആക്കിയിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് നമ്മൾ ഈ ചൂടോട് കൂടെ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതൊരു പൊട്ട സാധനമാണ്. ഈ എന്താ പറയുക, എന്താ അതിന് പറയുക, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഇതിലേക്ക് കേട്ടോ. കാസറോളല്ലേ, അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. മീൻകറി ഞാനൊന്ന് തിളപ്പിക്കുകയും ചെയ്തു ഈ നേരം കൊണ്ട് കേട്ടോ. കുളി രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി ഒരുങ്ങിയ പോലെയാണ്. ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ ഒന്നൊന്നും ഒരുങ്ങാത്ത പോലെ തോന്നും. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ഒരു ഓക്കെയാണ് കേട്ടോ. രാവിലെ മുതൽ ഒരു പ്രത്യേക ഒരു എനർജി തോന്നും. അങ്ങനത്തെ ഒരു ദിവസമാണിത്. ഇത് ഞാൻ തുന്നിയ കഫ്താനാണ് കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയാണ്ടാവും, പുതിയ ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഞാനൊരു സാരി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത സാധനമാണ് കേട്ടോ. അത്രേ പാടുള്ളൂ കഫ്താൻ തുന്നാൻ വേണ്ടിയിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ കളർ കോമ്പോയും
പിന്നെ ആ ഒരു ഹിന്ദി അക്ഷരവും ആ സ്വസ്തിയുടെ ചിഹ്നമൊക്കെ കൂടെ വന്നപ്പോൾ ആ ഒരു ഡ്രസ്സിന് പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. വീട്ടിലിടാറില്ല, ഞാനിത് പുറത്തൊക്കെ ഇടാറുണ്ട് കേട്ടോ. എനിക്ക് ഇനിയിപ്പോൾ സാരി കൊണ്ട് വെട്ടടിച്ചതാണെങ്കിൽ എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തേക്കും ഇടാറുണ്ട്. ഇന്നിപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഇത് ഇടാൻ വേണ്ടി തോന്നി. അങ്ങനെ അതെടുത്തിട്ട് ഞാനും കണ്ണൻകുട്ടി ആദ്യം ഇരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പൂജുട്ടിയുടെ കോസ്റ്റ്യൂം റെഡി അല്ലാത്തതുകൊണ്ടും കുളി കഴിയാത്തതുകൊണ്ടും ആളെ ഇരുന്നിട്ടില്ല. ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നതിന് ശേഷം ആളിരുന്നോളൂ കേട്ടോ. അപ്പുറത്ത് പുട്ടും കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഇനി ഉച്ചാമ്പഴത്തെ ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ ക്ലീനിങ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കുളിയുടെ മുന്നേ ഇതൊക്കെ ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയാണ് കേട്ടോ. പക്ഷേ എങ്ങനെ പോയാലും നട്ടുച്ചയാവും രാവിലത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ കുളിച്ചത്. പിന്നെ ഇനി മുഷിയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് മേലെഴുകുകയും ചെയ്യും. ഇതിപ്പോൾ അത്ര വലിയ പാടുള്ള കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ആ പാടെ ഇങ്ങോട്ട് കയറി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 നേരം തുടയ്ക്കേണ്ട അവസ്ഥയാണ് കേട്ടോ, ഈ വെള്ള ടൈലായതുകൊണ്ടും. പിന്നെ ചളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുഷിച്ചാൽ അറിയണോണ്ടും ചില ദിവസം 2 പ്രാവശ്യം തുടയ്ക്കും, ചില ദിവസം 1 പ്രാവശ്യം തുടയ്ക്കുള്ളൂ, ചില ദിവസങ്ങളിൽ 1 പ്രാവശ്യം തുടയ്ക്കാറുമില്ല. മുഷിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തുടയ്ക്കില്ല, അടിച്ച് വാരിയിടുകയുള്ളൂ കേട്ടോ. പക്ഷേ മിക്ക ദിവസവും തുടയ്ക്കാണ്ടിരുന്നത് എനിക്ക് എന്തോ ഒരു പോലെയാണ് കേട്ടോ. കയ്യിന് പെയിൻ ഇളകിയാലൊക്കെയാണ് ഞാൻ തുടയ്ക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ പൂജുട്ടി ഉണ്ടെങ്കിൽ എക്സാം ഒന്നും ഇല്ലെങ്കിൽ അവൾ തുടയ്ക്കുകയും ചെയ്യും കേട്ടോ. അവൾ തുടച്ച് കഴിഞ്ഞ് അവർക്ക് തുടച്ച് കഴിഞ്ഞാൽ അരും മൂല ഇന്ന് ഒത്ത് തുടങ്ങിയില്ല. അത് കാരണം തുടപ്പ് എപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് മുട്ട് കുത്തിയിരുന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. ഈ വീഡിയോയിൽ അത് കാണിക്കുന്നത് അത്ര വലിയൊരു സുഖമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കതും ഈ കോല് വെച്ചിട്ടാണ് വീഡിയോയിൽ കാണിക്കുക. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഞാനൊരു ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് നല്ലൊരു ബനിയൻ്റെ തുണിയും ഉണ്ടെങ്കിൽ തുടയ്ക്കാൻ അതിനപ്പുറത്തേക്ക് സുഖം വേറെ ഒന്നുമില്ല. അതിനെക്കാട്ടിലും വൃത്തിയാവുകയും ചെയ്യും. കയ്യും തട്ടും ചളിയും പോവും ഒക്കെ പോവും. ഈ സ്റ്റെപ്പൊക്കെ അങ്ങനെ തുടങ്ങിയാണോ ഒന്നും കൂടെ ഈസി കേട്ടോ. ഇപ്പോൾ പിന്നെ കയ്യിൽ മോപ്പുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തുടച്ചെടുത്തു. ഇനി ഈ വെള്ളം നമുക്ക് ഇവിടെ വല്ല ചെടികൾക്കോ കാര്യത്തിനോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മോപ്പ് ബാക്കിൽ പോയിട്ട് ഒന്ന് ഒലുമ്പിയിട്ടിട്ട് അങ്ങോട്ട് വിരിച്ചിടുകയും ചെയ്യാം. ഇവിടെ തോട്ടിൽ പോകുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ പോകുമ്പോൾ നമുക്ക് മോപ്പ് തല്ലി തിരുമ്പി കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ. ഇനി ഒരു തിരുമ്പാൻ കല്ല് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഡെയിലി നമുക്ക് തിരുമ്പിയിട്ടാൽ അതിലും വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുത്തി കഴുകിയിടും കേട്ടോ. അപ്പോൾ പിന്നെ അതിനകത്ത് വല്ല മുടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. നമ്മുടെ വീട്ടിലാണെങ്കിൽ മുടിയുടെ അയ്യരുകളെയാണ് കേട്ടോ. മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ 3 ആളുടെയും മുടി കൊഴിയുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പം നമ്മൾ കാര്യമായിട്ട് എണ്ണ തേപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കറക്റ്റ് അല്ലല്ലോ ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ട്. അതിൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു. ഇനി പറയാൻ വേണ്ടത് കൊള്ളി വെള്ളമാണ് കേട്ടോ. തല നനയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോട്ടിൽ പോയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. നേരമില്ല എന്നുള്ള പേര് നമ്മൾ വെറുതെ പറയണം. നേരെ ഉണ്ടാക്കിയിട്ട് രാവിലെ പോയിട്ട് തല നനച്ച് കുളിച്ച് പോരുകയൊക്കെ ചെയ്യാം കേട്ടോ. മടി കാരണം ആ സമയം കൂടെ കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്നൊരു തട്ടിക്കൂട്ട് ഫുഡാണ് കേട്ടോ. ഞാനിന്ന് തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിൻ്റെ ഇടയിൽ ഒരു ദിവസത്തിനുള്ളത് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ച ഓർമ്മയുണ്ടായില്ല കേട്ടോ. അത് പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും ഒരുമാതിരി സ്മെല്ലൊക്കെ വന്നപ്പോൾ എനിക്കത് എടുക്കാൻ വേണ്ടി പേടിയായി. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച പ്ലാനിങ്ങിലാണ് ഇരുന്നായിരുന്നത്. അത് പാളിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി തക്കാളി കറി ഉണ്ടാക്കാമെന്ന്. അതിലേക്ക് വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും തക്കാളിയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട്, തക്കാളി കറിയൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ, ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെയാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടി പറയണത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതാണ്ട് അടച്ചു വെച്ചു. ഇപ്പുറത്ത് നമുക്ക് 2 പപ്പടവും കാച്ചാം. തക്കാളി കറിയും പപ്പടം കാച്ചിയതും മുളക് വറുത്തതൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ കാര്യമായിട്ട് മുട്ടയോ ഒന്നുമില്ല. എന്നാലും വേണ്ടല്ലേ, അതൊക്കെ മതി. ഒരു നേരം ഇങ്ങനെ പോട്ടെ. രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മേടിക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തക്കാളി കറിയുമ്പോൾ അങ്ങോട്ട് ഒതുക്കുകയാണ് കേട്ടോ. അന്ന് പപ്പടം കാച്ചിയതും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ റെഡിയായി. ഇനി നമുക്ക് ഈ തക്കാളി കറിയിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒരു നുള്ളു മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അത് ഒന്നും കൂടെ അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറിയാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതങ്ങോട്ട് നീട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ കുറുന്നനെ ചാലിച്ച പോലെയാണെങ്കിൽ അങ്ങനെ മതി. ഇതിപ്പോൾ നമുക്ക് 2-3 ആൾക്ക് വേണമല്ലോ, ഉച്ചാമ്പഴത്തേക്ക് മാത്രം മതി. അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നീട്ടുന്നുണ്ട് കേട്ടോ. ചോറുണ്ണാൻ വേണ്ടിയിട്ട്, കറി ഒഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്കും എത്തുമല്ലോ എന്നൊന്നും അറിയില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം 3 മണിക്ക്. ഇല്ലെങ്കിൽ ഉച്ചാമ്പഴത്തെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കറണ്ടും ഇതേപോലെ ഉണ്ടായിരുന്നില്ല, ഫോണിൽ ചാർജും ഉണ്ടായില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. കണ്ണൻകുട്ടിയും വന്ന് ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞു കറണ്ട് വരാൻ. അപ്പോൾ 3:30 കഴിഞ്ഞ് ലൈവിൽ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ പൂജട്ടി ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെടിച്ചട്ടി എടുത്ത് താഴേക്കിട്ട് പൊട്ടിക്കാനും ഉണ്ട് കേട്ടോ. പൊട്ടൊന്നുമില്ല, അത് പ്ലാസ്റ്റിക്കിൻ്റെ. ആ കാല് തട്ടി വീണാണ് കേട്ടോ. അവിടെ കിടന്ന് ട്രോളിനുണ്ട്, ഞാൻ ഈ വീഡിയോ എടുക്കണമുണ്ട്. അപ്പോൾ ആശാത്തി അവിടെയൊക്കെ നനച്ചിട്ട് ബാക്കി തൊടിയോളിലുള്ള ചെടികളും കൂടെ നനയ്ക്കാനുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ആ ബക്കറ്റ് അവിടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ചിരി വന്നിട്ടാണ് തിരിച്ച് നിൽക്കുന്നത്. ഞാൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. തെങ്ങിനും വാഴയ്ക്കും പിന്നെയുള്ള ചേമ്പിനും എല്ലാത്തിനും നനയ്ക്കുന്നുണ്ട്. ഒന്നിന് മാത്രം കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും കൊണ്ട് നനയ്ക്കുന്നുണ്ട്. ഞാൻ കളിയാക്കിയിട്ടാണ് ഈ ചിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണേ. ഇന്നിപ്പോൾ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു നേരമില്ലാത്തൊരു ദിവസമാണ്. എന്തൊക്കെയാണെന്ന് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ ഫോണിൽ ചാർജ് കയറാൻ വേണ്ടി വലിയ പാടാണ് ഇപ്പോൾ. മണിക്കൂർ നേരം ചാർജിലിട്ടാലും ഒരു അര ആവാൻ വേണ്ടിയിട്ട് ഒരു 50% ആവാൻ വേണ്ടി ഒരുപാട് നേരം ഇടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടില്ല. ഒരുപാടായി നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ ലീമാക്സിൽ തന്നെയാണ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. കുളമംഗലത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് മേടിച്ചു. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത കട ഉണ്ട്, അവിടുന്ന് മേടിക്കും. അല്ലെങ്കിൽ വളാഞ്ചേരി പോവുകയാണെങ്കിൽ അവിടെ ഒരു കട ഉണ്ട്, എപ്പോഴും പറയാറില്ലേ. മിക്കതും ലീമാക്സിലാണ് പോവാറ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് അധികം ഒന്നും വാങ്ങണ്ടായിരുന്നില്ല. ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ദിവസമായി പിന്നാലെ നടക്കണം. ഇന്ന് ഏതായാലും ഇന്ന് അത് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് അരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബിരിയാണി അരി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പച്ചക്കറികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഈ ഒരു സാധനത്തിന് നമ്മുടെ വീട്ടിൽ നല്ല ചിലവാണ്. അതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അവിടുന്ന് ഞാൻ അരിയും പലചരക്ക് സ്ഥലത്തിൻ്റെ അവിടുന്ന് അരിയും ഉഴുന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ പച്ചമുളകും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഈ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ. എനിക്ക് നല്ലതാണോ ചീത്തയാണോ ഒക്കെ നോക്കിയിട്ട്, പൊട്ടയാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് നല്ലത് പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. പിന്നെ മുരിങ്ങാക്കോലിനൊക്കെ ഓഫർ ഉള്ളതുകൊണ്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു അവിയൽ അങ്ങോട്ട് കീച്ചനി പോണല്ലേ വരണത്. ഓണം സീരീസിൽ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണ ഒരു രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. തൈരും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുക്കുകയാണ്. തക്കാളിയുടെ അവിടെ പോയാലാണ് കുറച്ചധികം സമയം വൈകുക. എന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. എല്ലാം എടുത്ത് തിരവായിട്ടുണ്ടാവും, എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഇത്രയും കൂടി നല്ലത് കിട്ടുമായിരുന്നു. എൻ്റെ വരവ് എപ്പോഴും രാത്രിയിലായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതിലുള്ളതിലും വെച്ച് നല്ലതൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടി പാക്കാക്കിയിട്ട് ഇനി നമുക്കത് ബില്ലാക്കണം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം. അതാണ് കേട്ടോ ഏറ്റവും വലിയൊരു സുഖം. പുറത്ത് പച്ചക്കറി കടയിലാണെങ്കിൽ നമ്മളത് പറഞ്ഞിട്ട് അവരെടുത്ത് തരണത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇതാവുമ്പോൾ നമുക്ക് നോക്കിയും കണ്ടുകൊടുക്കുക. അതാണ് ഇവിടെ വരണതിൽ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു മിഠായിയുടെ അളുക്കില്ലേ, ഈ പറഞ്ഞ കുപ്പികൾ അങ്ങനത്തെ തന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ സന്തോഷമാണ് എൻ്റെ മുഖത്ത്. കയ്യിലിരിക്കുന്നത് അതാണ്. 2 പൂജിട്ട കയ്യിലും ഉണ്ട് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വാങ്ങിയത് ഓൾറെഡി ഞാനത് കഴുകിയൊക്കെ വെച്ചു. എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജ് കയറുന്നില്ല ഫോണിൽ. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഒരുപാട് നേരം എടുത്താലാണ് കുറച്ചൊക്കെ കയറുള്ളൂ. എന്താ കംപ്ലൈൻറ്റ് നോക്കിയിട്ട് വേണം. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചതും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തക്കാളിക്കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പൂജിട്ട് ഈ കണ്ണക്കുട്ടിയൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ ലൈവ് ഇരിക്കുന്ന സമയത്താണ് കണ്ണക്കുട്ടി വന്ന് കഴിച്ചത്. പിന്നെ എല്ലാവരും പല നേരത്തായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഇപ്പം നമ്മളൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകണേ. ചിക്കൻ ഞാൻ കഴുകി വെച്ച് പറഞ്ഞു. ഇതൊക്കെ പൂജിട്ട് അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കാം. ഒരു സംഭവം ചെയ്യുമ്പോൾ 100 സംഭവം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ പാത്രം വയ്ക്കണ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് വാങ്ങിയതായിരുന്നു. ഇങ്ങനെ നമ്മൾ ഡെയിലി എടുക്കണ പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. മറ്റേതൊക്കെ ആ ഒരു കബോർഡ്, ആ ഷെൽഫില്ലേ, റാക്ക്, നമ്മുടെ കബോർഡ്, കിച്ചൺ കബോർഡ് അന്ന് എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് പഴയതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കിച്ചൺ റാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലേറ്റും ഗ്ലാസും അതിൽ സ്പൂണൊക്കെ കയ്യിൽ തൂക്കി. ഇനി ചിക്കൻ ബിരിയാണിക്കുള്ള സംഭവമാണ്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, ഇത് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മസാല പുരട്ടി വെക്കണം കേട്ടോ. ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല മതി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല മതി. ഇതെന്തായാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാക്ക നല്ലോണം കരയുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കാക്കയുടെ സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചൂല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുറച്ച് തൈര്, ഉപ്പ് എല്ലാം കൂടെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക. ബാക്കിയുള്ള സംഭവങ്ങൾ അരിഞ്ഞ് പെറുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇതങ്ങോട്ട് മസാല പിടിച്ചോളും. പൂജട്ടി ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫോണിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഓർമ്മ ഉണ്ടല്ലോ, ചാർജ് കയറാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ചാർജ് ഇടും, ബാക്കി വീഡിയോസ് എടുക്കും, ചാർജ് ഇടും, വീഡിയോസ് എടുക്കുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങോട്ട് പോയി കിട്ടും നല്ലോണം. പിന്നെ കുക്കർ വെച്ചു കേട്ടോ. കുക്കർ വെച്ചിട്ട് നമ്മുടെ കുക്കർ ഇപ്പോഴേ ഞാൻ പറയട്ടെ, കുക്കറിന് പണി തന്ന കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇത് ഒരു 2 ദിവസം മുന്നേ, 2 ദിവസമല്ല, നമ്മളിവിടെ വന്നിട്ട് വണ്ടിയിൽ കയറ്റിയതിൻ്റെ ഇടയിൽ എന്തോ പറ്റിയതാണെന്നറിയില്ല. ഭയങ്കര ഒരു ടൈറ്റ് ഉണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, പെട്ടെന്ന് ഊരാനും അടയ്ക്കാനും പാടാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. ഇത് കാടമുട്ടയാണ്. കണ്ണൻകുട്ടിനോട് എന്തായാലും വാങ്ങണം പറഞ്ഞ സാധനമായിരുന്നു. ഇതൊക്കെ നമ്മൾ തൽക്കാലം ഇവിടെ വയ്ക്കാം.
ഒന്ന് ഒതുക്കി ആ ഒരു സംഭവം ആവണതിന് മുന്നേ നമുക്കൊന്ന് ഒതുക്കി വെച്ചാലേ ആ പണി. ഇത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. വേഗം എളുപ്പമാണല്ലോ. നമുക്ക് എന്താ ചെയ്യാല്, കുറേ പാത്രങ്ങൾ ഉണ്ട്, പക്ഷെ കുറേ പാത്രങ്ങൾ മിസ്സിങ് ആണ്. സാധനം അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അത് എവിടെ വെക്കുന്നുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങ് നിൽക്കട്ടെ. പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ബോക്സിലാക്കാം. ഓക്കെ, ഇവിടെ വെക്കട്ടെ. ഇത് ഈ പറഞ്ഞോണം, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞു പപ്പടം നോക്കി 20 രൂപയുടെ കുഞ്ഞ് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കണ്ടാ ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിൽ മാറ്റുണ്ടാവും എനിക്ക് അറിയില്ല. ഇതൊക്കെ ഒതുക്കി വെക്കാം നമുക്ക് തൽക്കാലം. ഇവിടെ വെക്കട്ടെ. ഇവിടെ ഒരു സ്റ്റാൻഡ് വന്നപ്പോൾ തന്നെ കുറച്ചൊരു ഓക്കെ ആയി കേട്ടോ. നമ്മളിതിനകത്തേക്ക് പെട്ടെന്നായോണ്ടേ കൂടുതലൊരു കലവില കക്കലയാണ്. കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ, അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ചിട്ട് നമ്മൾ അതിൽ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ അതൊന്ന് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, ആ ബേ ലീഫില്ലേ അത് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ അതിനകത്തില്ലേ ഗ്രാമ്പും പട്ടയും കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അത് എക്സ്ട്രാ ഒന്നും കൂടെ നമ്മുടെ അടുത്തുള്ളതും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടെ വരുമ്പോഴാണ് ബിരിയാണിക്ക് ഒരു ഫ്ലേവർ വരിക. അത് വെച്ചിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കാമല്ല, ഒരളവ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അത് ആ പാക്കറ്റിൻ്റെ അകത്ത് ഏലയ്ക്കൊക്കെ കുറവായിരുന്നു, അതും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ സവാള ഇട്ട് കൊടുത്തു കേട്ടോ. വെല്ലുള്ളി ഇങ്ങനെ കുനുകുനാ അരിഞ്ഞത് സ്ലൈസായിട്ട് നല്ല തിന്നായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അതൊരു ബ്രൗൺ കളറായി വരുന്ന സമയം വരെ നമുക്കിനിയിപ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഒരു 3 ഗ്ലാസ് ആണോ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ അത് കറക്റ്റാണ്. നമ്മൾ ചോറ് വയ്ക്കണേ അത്രയും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു 2.25 എടുത്തിട്ടുള്ളൂ. ബാക്കി അരി അങ്ങോട്ട് ഇത് മതി നമുക്കൊരു നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ തന്നെ കുറച്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി എടുത്തേച്ചു. എന്നിട്ട് സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. പെരുജീരകം ഉണ്ടായിരുന്നു, അതും കൂടെ ചതച്ചോട്ട് എടുത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴണ്ട് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മുടെ ചിക്കൻ അതായിരിക്കണം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തക്കാളി വെന്തുടഞ്ഞിട്ടാണ് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് കുനുകുന അരിയാൻ വേണ്ടി കണക്കുട്ടി പറഞ്ഞു. ഈ ഒരു തൈര് സാലഡ് എന്ന് പറയും, സലാഡ് എന്ന് പറയും, തൈര് കച്ചമ്പർ എന്ന് പറയും, അങ്ങനെ എന്തായാലും ഉള്ളിത്തൈര് എന്ന് പറയും നമ്മുടെ ഇവിടെ. അതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും ഈ ക്യാരറ്റും കൂടെ കുനുകുന അരിഞ്ഞ് ആക്കി അതങ്ങോട്ട് റെഡി ആവണ ഈ തക്കാളി വേവണ സമയം കൊണ്ട് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ക്യാരറ്റ് വന്നതിൻ്റെ വായിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അടുക്കള പണി എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിലേക്ക് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കിട്ടും. അതാണ് വലിയൊരു സമാധാനം അല്ലേ. പണ്ടൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഇപ്പോൾ ഒന്നും ഇപ്പം അങ്ങനെ കഴിക്കാൻ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ചെറുതിലൊക്കെ നമ്മുടെയൊക്കെ ചെറുതിലും കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് എന്തും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യം. അപ്പോൾ തൈര് അങ്ങോട്ട് ശരിയായി, ഉപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഒന്നങ്ങോട്ട് തണുക്കട്ടെ, റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെ പാകം നോക്കിയിട്ട് ഇവിടെ എനിക്ക് ചിലപ്പോൾ ഉപ്പ് ഇടുന്നത് മിക്കതും കുറവായിരിക്കും കേട്ടോ. അതാണ് ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണത്. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒരു 2-3-4 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് അരിയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് അത് അങ്ങനെ ഇടണം, ഒന്ന് ഇളക്കിയിട്ട്. അത് അടച്ചു വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനതങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അരി കഴുകി വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു പാത്രം അരിക്ക് ഒരു പാത്രം വെള്ളം, അങ്ങനെയാണ് കുക്കറിനകത്ത് കണക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കുക്കർ അടയ്ക്കണ സമയമല്ലേ, ആ സമയത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ തൈരൊക്കെ ഉള്ള കാരണം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ അല്ലാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി നമ്മൾ ഉപ്പുണ്ടോയെന്ന് ഈ സമയത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പക്കത്തു നിന്നൊക്കെ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പെറുക്കി അതിൽ താഴത്തേക്ക് തന്നെ എടുത്തിട്ടിട്ട് കുറച്ചധികം മല്ലിച്ചപ്പും പുതിനയും ഒരു പിടി ധാരാളം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ഇട്ടിട്ട് അടച്ചു. ഈ അടയ്ക്കുന്ന സമയത്ത് ഈ അടപ്പ് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഞാനത് അടച്ചത് ശരിയായിട്ടില്ല. അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം, വഴിയേ കാണാം. അപ്പോൾ ഇത് ഞാൻ കുക്കർ ബിരിയാണി ഫസ്റ്റ് ടൈം അല്ല ഉണ്ടാക്കണത്, നമ്മൾ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. സൂപ്പറാണ്, പെട്ടെന്ന് ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ മറ്റേ ബിരിയാണി ഉണ്ടാക്കണ അത്ര പാടൊന്നുമില്ല, പിന്നൊന്നെടുത്ത് ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു അഹങ്കാരത്തിൻ്റെ പേരിലും ആ ഒരു കോൺഫിഡൻസിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി നമ്മളവിടെ വെച്ചുല്ലോ. അത് കഴിഞ്ഞ് ഞാനിവിടെയൊക്കെ വൃത്തിയാക്കി. ഇനി വിസിൽ വന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്, വിസിൽ വന്നതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമ്മൾ അവിടേക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ.
അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ മുതൽ ഇന്ന് പണിയുടെ ഒരു അയ്യരുകളിയായിരുന്നു കേട്ടോ. ഇരിക്കാനും നിൽക്കാനും നേരം ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. എന്താ വെച്ചാൽ നമ്മളൊരു പുതിയ വീടായിട്ട് തഴകി വരണുള്ളൂ. അതിൻ്റെ ഇടയിൽ ഓട്ടപ്പാച്ചിൽ, ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു വീഡിയോയിൽ മൊത്തം ഒന്നും കാണിക്കില്ലല്ലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാത്തേ ഉണ്ടാവും. അപ്പോൾ ഈ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലും നടക്കുന്നുണ്ട്, സ്റ്റിച്ചിങ് വേറെ നടക്കുന്നുണ്ട്, എല്ലാം കൂടെ ആയിട്ടൊരു ബഹളമാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു തൊന്തരവ് പിടിച്ച ദിവസം എന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു ദിവസം. ഉച്ചത്തെ ഫുഡും ഈ പറഞ്ഞ പോലെ തക്കാളിക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. രാത്രിയിൽ നമ്മൾ നല്ലൊരു ബിരിയാണി കഴിക്കാമെന്നുള്ളൊരു ലെവലിലാണ് നിൽക്കണത്. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാനും പൂജുട്ടിയൊക്കെ കൂടെ ഉമ്മർത്ത് പോയിരുന്നു കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഇതിന് വിസിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഓക്കെ, അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് പച്ചക്കറി കൊടുന്ന് വെച്ചതുണ്ടായിരുന്നില്ല, അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കാം. സമയം വെറുതെ കളയണ്ടല്ലോ, സമയം ഇരിക്കുകയാണല്ലോ, നമുക്ക് വിസിൽ വരണമല്ലോ. അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചീയില്ല. അത് ഞെട്ടിയോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടയാവും. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു. എന്നിട്ട് പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ആ പാത്രത്തിലാക്കി വെച്ച ബോക്സിൽ തക്കാളിയൊക്കെ ഓരോ ബോക്സിലാക്കി ഒതുക്കി വെച്ചു. ആ കവറുകളൊക്കെ കെട്ടി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. പൊട്ടിക്കാത്ത പാക്കറ്റുകളൊക്കെ ബക്കറ്റിലാക്കി വെച്ചു കേട്ടോ. നമ്മളൊരു ബക്കറ്റ് ഉണ്ടല്ലോ അതിലാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പാത്രത്തിലും ആക്കി വെച്ചു. അടുക്കള നമുക്ക് കടയിൽ തന്നാട്ടോ പിള്ളേർ. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിക്കാത്ത സാധനങ്ങളൊക്കെ ഇതിലിരിക്കട്ടെ തൽക്കാലം. ഇത് എനിക്ക് എന്താണ് പറയുക, മെയിനായിട്ട് മല്ലി മുളകൊക്കെ പൊടിക്കുമ്പോഴേ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു പാത്രം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം പിള്ളേർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, എടുക്കുമ്പോൾ ഓക്കെ അല്ലേ. മുരിങ്ങാക്കോലുണ്ട്, വയ്ക്കാൻ മറന്നു കേട്ടോ. അങ്ങനെടാ ഞാനിനി ഓഫീസിൽ വരുന്ന സമയം കൊണ്ട് വേഗം പോയിട്ടൊന്ന് മേല് കഴുകാൻ വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് കയറിയതല്ലേ, കുറേ നേരം ആയില്ലോ നിൽക്കണു. അപ്പോൾ മേലൊക്കെ ഒന്ന് കഴുകി ഇറങ്ങി വന്നിട്ടും വിസിൽ വരണ സൗണ്ടൊന്നും കേൾക്കില്ല. പൂജിട്ട് പറഞ്ഞു വിസിലൊന്നും വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വിസിൽ വരണ സമയം കഴിഞ്ഞല്ലോ, ഇതിപ്പോൾ എന്താ കഥാന്ന്. അങ്ങനെ വേഗം മുടിയൊക്കെ വാരി കെട്ടി പോയി നോക്കുമ്പോൾ ഒരു കുഞ്ഞൊരു കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. വേഗം അത് കുക്കറാകുമ്പോൾ ഇറക്കി ഒരു വെള്ളം ഒഴിച്ചൊരു പാത്രത്തിലാക്കി വെച്ചു വിടാം. അങ്ങനെ കുറേ കഴിഞ്ഞ് നോക്കി ഞാൻ, സ്മെല്ലുണ്ട്. ഭാഗ്യത്തിന് മേലേക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം ഞാൻ പാത്രത്തിലാക്കി വെച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുക്കറിൻ്റെ ഇടയിൽ നിന്ന് കൂടെ ഈ പ്രഷർ പോകണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കർ അടച്ചത് ശരിയായിട്ടില്ല. പിന്നെ അതൊരു കംപ്ലൈൻറ്റും ഉണ്ട്. അത് കാരണം നമ്മുടെ ബിരിയാണി കരിഞ്ഞു ഗൈസ്. എന്നാലും ഈ ഒരു പാത്രം കിട്ടിയിട്ടോ, എന്തോ ഭാഗ്യത്തിന്. ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ധാരാളം ഉണ്ട്. ഇതും കൂടെ കരിഞ്ഞു പോയിരുന്നെങ്കിൽ ആകെ പെട്ടായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. അവന് 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഒന്ന് കിടന്നുറങ്ങി. ഈ കളിയുടെ മല്ലിക്കെട്ടും ക്ഷീണമൊക്കെ കാരണം ബിരിയാണി ആയപ്പോൾ ഞാൻ അവനെ വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇത് കരിഞ്ഞോ. കുട്ടികൾ അത്രയും മോഹിച്ചിട്ട് ആശിച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ആ കൂടെ മനം മടുത്തുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ബിരിയാണിയും ഉള്ളി സാലഡ്, തൈരല്ലേ, കച്ചമ്പറൊക്കെ വിളമ്പിയിട്ട് കണ്ണൻകുട്ടി കഴിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു സൂപ്പറാണ് എന്ന്. അപ്പം ഞാനും കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടിയിലേക്കാണ് പ്രശ്നം, അടിയിലേക്കേ പ്രശ്നം വന്നിട്ടുള്ളൂ. ബിരിയാണി കിടിലനായിരുന്നു. കുക്കർ ബിരിയാണി കിടിലനാട്ടോ, ഒരു രക്ഷയില്ല. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു എന്ന്. എനിക്കത് വരെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കുക്കറിൻ്റെ പ്രശ്നം. അങ്ങനെ ബിരിയാണിയൊക്കെ വയറ് നിറയെ കഴിച്ചിട്ട് വേഗം ഇരിക്കുന്ന പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കണമല്ലോ. ഞാൻ പറയാറില്ലേ, നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അടുക്കള വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണെന്ന്. അപ്പോൾ പാത്രങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേഗം കഴുകി എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ പൂജുട്ടിയാണ് കഴുകണമെങ്കിൽ അവൾ കഴുകും, കണ്ണൻകുട്ടിയും കഴുകാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഇന്നോറന്നെ എന്നെ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞാനാണ് ഒഴിഞ്ഞ് നിൽക്കണോണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു. കൈയോടെ വേഗം അങ്ങോട്ട് തീരുമല്ലോ, കുട്ടികളാകുമ്പോൾ അതിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അത് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഇതിൽ റേക്കിൽ വെക്കാനുള്ളത് ഇവിടെ വെച്ചു, ഉള്ളിലേക്ക് വെക്കാനുള്ളത് അങ്ങോട്ടും എടുത്തു വെച്ചു. എല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് ഈ കിച്ചണിൻ്റെ ഡോറും തുറക്കുമ്പോൾ നമുക്കൊരു സമാധാനവും ഒരു ഫ്രഷ്നെസ്സും ഒരു എനർജിയും ഒരു പോസിറ്റീവ് വൈബും ഒക്കെ കിട്ടും. മറ്റേത് അവിടെ കുറേ പാത്രം വേസ്റ്റ്, കച്ചറ, ഫുഡിൻ്റെ ബാക്കി, അത് ഇതായിട്ട് കിടക്കുമ്പോൾ മൊത്തത്തിൽ ആ ദിവസമേ പോയി കിട്ടും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ കിച്ചൺ ടേബും സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട്, നമ്മുടെ അടുത്ത് ഒരു ഗ്ലാസിൻ്റെ കിച്ചൺ സ്റ്റൗ ഉണ്ട് കേട്ടോ. അതിനെന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, നേരാക്കാൻ വേണ്ടിയിട്ട്. അത് നേരാക്കിയിട്ട് വെക്കണം, എന്നാൽ പിന്നെ അടിപൊളിയാവും ഈ കിച്ചണിൽ. അതും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമുക്ക് കത്തിക്കാൻ തന്നെ ധാരാളമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് ഞാൻ അവിടെ കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് പൈസയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എല്ലായിടത്തും തുടച്ചിട്ട് നമ്മുടെ ഈ ഒരു തുടപ്പുണ്ടല്ലോ ഇവിടെ തുടയ്ക്കണേ,
ആ ഒരു തുണിയും കൂടെ അങ്ങോട്ട് ഊരിപ്പിഴിഞ്ഞ് അവിടെ അങ്ങോട്ട് മടക്കിയിട്ടാൽ രാവിലേക്ക് അത് ഉണങ്ങിക്കോളും. ഇനി ഇവിടെയും കൂടെ തുടയ്ക്കണം, അടുക്കളയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ അവിടെ സമാധാനമുള്ളൂ. എന്താ വെച്ചാൽ വെള്ളവും നമ്മൾ ഇത്രയും നേരം കുക്ക് ചെയ്തതിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ചിരവ രാവിലെ ഉണങ്ങാൻ വേണ്ടി പുറത്തേക്ക് എടുത്തേച്ച് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് എടുത്തേച്ചാണ്. ഈ മോപ്പ് കൊണ്ടാകുമ്പോൾ അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിലേക്ക് വരെ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കിച്ചണിനൊക്കെ ഞാൻ ഈ മുട്ട് കുത്തിയിട്ടാണ് കേട്ടോ തുടയ്ക്കുക. ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വേഗം രാത്രി ആയതുകൊണ്ട് തുടച്ച് പോകുന്നു എന്നുള്ളതാകുമ്പോൾ നല്ല വൃത്തിയിൽ എനിക്ക് തുടച്ച ഒരു ഫീല് കിട്ടും. ഇനിയിപ്പോൾ എന്തെങ്കിലും പൊടിയോളോ മുടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ മോപ്പിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. മറ്റേതാകുമ്പോൾ വേഗം നമുക്ക് കണ്ട് തുടച്ചെടുത്ത് പോരാ തോന്നും. മോപ്പിലാകുമ്പോൾ വൃത്തിയാവില്ല, തുടയ്ക്കൽ വേഗം കഴിയുകയും ചെയ്യും. അങ്ങനെ അടുക്കളയൊക്കെ തുടച്ചു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ദിവസമാണ്. അതിൽ കുറച്ച് കാര്യങ്ങളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ പെട്ടിരിക്കുകയാണ്. നമുക്കിനി പാങ്ങുണ്ടാവുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റൊക്കെ ഉള്ള സമയത്ത് ഒരു ഫോൺ മേടിക്കണം ആദ്യമായിട്ട്. അതാണ് ഒരു അത്യാവശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ചിലവൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ട് കൈയൊക്കെ കഴുകി നമുക്ക് പോയി കിടക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാട്ടോ എല്ലാവർക്കും. ടാറ്റാ ബൈ, സീ യു.